പൗരത്വ നിയമത്തിനെതിരെ കടുത്ത ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ ഇമാംമാരുടെയും മഹല്ലുമാരുടെയും യോഗം. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി. പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ധീരമെന്നും പാളയം ഇമാം പറഞ്ഞു. റംദാൻ വ്രതാരംഭത്തെക്കുറിച്ചുള്ള കൂടിയാലോചനയ്ക്കായി തിരുവനന്തപുരത്ത് ചേർന്ന ഇമാമാരുടെയും മഹല്ല് പ്രതിനിധികളുടെയും യോഗമാണ് പൗരത്വ നിയമത്തിനെതിരെ കടുത്ത ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തിയത്. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ധീരമെന്നും പാളയം ഇമാം പറഞ്ഞു. നമുക്ക് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഇങ്ങനെയൊരു പ്രഖ്യാപനം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്ന് മാത്രമല്ല നിയമസഭയിലും അതിനെതിരെ ഒരു പ്രമേയം വന്നതാണ്. അതുകൊണ്ട് വളരെ ധീരമായിട്ടുള്ളൊരു നിലപാട് നമ്മുടെ സംസ്ഥാനവും മുഖ്യമന്ത്രിയും ഒക്കെ സ്വീകരിക്കും എന്നത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഭരണഘടനയ്ക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വിവേചനമാണ്, ഒരു മുസ്ലിം വിവേചനത്തിൻ്റെ ഒരു ഉള്ളടക്കം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു വർഗീയ വിരുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മലയാളികൾ വെച്ച് പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മനസ്സിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും മലയാളികൾ അവരുടെ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. അതിൽ ഈ വിഷയങ്ങളെല്ലാം അതിന്റെ ഉള്ളടക്കത്തിൽ വരുന്ന കാര്യമാണ്. വർഗീയ വിരുദ്ധമായ മനസ്സ് കേരളം എന്നും വച്ചുപുലർത്തുന്നു എന്നും പൗരത്വ നിയമത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന പാളയം ഇമാമിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.